ഒഡീസി മൂവി കണ്ടതിന് ശേഷം ഞാൻ ഇപ്പോൾ തിരിച്ചെത്തിയതേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഇന്നലെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഫ്രസ്ട്രേഷൻ ആയിട്ടാണ് ഞാൻ രാവിലെ എണീറ്റിട്ട് സിനിമയ്ക്ക് പോകാൻ തീരുമാനിച്ച് അപ്പോഴേ പോയതാണ്. പക്ഷെ കുറേ റിയലൈസേഷൻസ് സംടൈം പല കാര്യങ്ങളും നമ്മൾ വിചാരിക്കും നമുക്ക് പെർഫെക്റ്റായിട്ട് നടക്കണമെന്ന്. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടോ? ഈ പെർഫെക്റ്റായിട്ട് നടന്നാൽ മാത്രമാണ് വിജയം ഉണ്ടാവുന്നത്. അതൊക്കെ സത്യം പറഞ്ഞ ഒരു മിത്തല്ലേ? യഥാർത്ഥത്തിൽ ഈ വിജയം എന്ന് പറയുന്നത് ആപേക്ഷികം മാത്രമാണ്. കാര്യം നമ്മൾ ജയിച്ചെന്ന് വിചാരിക്കുന്ന ആൾക്കാർ യഥാർത്ഥത്തിൽ അവരൊക്കെ ജയിച്ച ആൾക്കാരാണോ? എല്ലാവരെയും ജയത്തിൻ്റെയും പരാജയത്തിൻ്റെയും അളവുകോല് ഡിഫറൻ്റ് ആയിരിക്കത്തില്ലേ? അപ്പോൾ എനിക്ക് സിനിമയിൽ നിന്ന് മനസ്സിലായത് എപ്പോഴും നമ്മൾ പെർഫെക്റ്റായിട്ട് ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല. കുറച്ച് സമയത്ത് നമുക്ക് തെറ്റുകൾ പറ്റും. കൊണ്ട് തന്നെ നമ്മൾ റോൾ 1 സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ ഏകദേശം 4 മണിയായി. ഏകദേശം സമയം 5:30 ആയിട്ടുണ്ട്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് കളിക്കാൻ വേണ്ടി പോവുകയാണ്. ബീച്ചിലാണ് കളിക്കാൻ വേണ്ടി. റൂൾ 1 റൂൾ 2 ഉണ്ട്. അതായത് എൻ്റെ ഫോൺ ഉപയോഗിക്കാതെയാണ് പോകുന്നത്. ഫോൺ ഞാൻ ഇവിടെ വീട്ടിൽ വെച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ റൂൾ 1 നമുക്ക് എങ്ങനെ പോയാലും ഒരു 1.5 മണിക്കൂർ നമ്മൾ ഫിസിക്കൽ മൂവ്മെൻറ്റ് ഏകദേശം 1 അവർ അവിടെ എന്തായാലും ഗെയിംസ് കളിക്കാനാണ് പോകുന്നത്. വോളിബോളായിരിക്കും കളിക്കുന്നത്. അപ്പോൾ 2 ടാസ്കും കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ നമ്മൾ പോണ വഴിയിൽ മഴ ആയതുകൊണ്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ റോള് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് നിലവിലെന്തായാലും പറ്റില്ല. കാരണം മഴ, അതാണ് റൂൾ 2. പക്ഷേ റൂൾ 1 നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് ചെയ്യാൻ വേണ്ടി പറ്റുമോ ഇല്ലെന്ന് നോക്കാം. ഇതിപ്പോൾ ആരാമല്ല മൊബൈൽ ഫോണാണ്. ഓക്കെ, അല്ലെങ്കിൽ അത് കുറച്ച് ഓവറായിരിക്കും അല്ലേ? കുഴപ്പമില്ല, നമുക്ക് വീട്ടിൽ പോയിട്ട് തന്നെ ചെയ്യാം. അരമണിക്കൂറത്തെ കേസല്ലേ ഉള്ളൂ. ഓക്കെ, നമ്മുടെ ആരോമൽജിക്ക് എന്താണ് പറയാനുള്ളത്? എൻ്റെ വ്ളോഗൊന്നും കാണാറില്ല. അച്ഛൻ പറയുന്നു ഈ വ്ളോഗ് ആരെങ്കിലും കാണുമോ? വെറും മണ്ടന്മാരാണ് എൻ്റെ വ്ളോഗ് കാണുന്നതെന്നാണ് നമ്മൾ ആരോമൽജി പറയുന്നത്. എന്താണ് ആരോമൽജി? എന്നൊരു പ്രോത്സാഹനം തന്നൂടെ ഒരു ഫ്രണ്ടിന് വേണ്ടി ഒരു പ്രോത്സാഹനം തരാത്തൊരു ഫ്രണ്ടാണ് ആരോമൽ എന്ന ഫ്രണ്ട്. മഴയൊക്കെ ഒന്ന് കുറഞ്ഞു. നമ്മളെ സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ്. അച്ഛന്മാരവിടെ നിന്ന് കളിക്കുകയാണ്.